മക്കളെ, ഹായ്, അച്ഛൻ വന്നേ. അച്ഛ അച്ഛ അച്ഛൻ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നല്ലാതെ എന്റെ മക്കൾ പറഞ്ഞ അച്ഛൻ കൊണ്ടുവരാതിരിക്കോ? എവിടെ അത്? താ അച്ഛാ, അച്ഛന്റെ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. ചോക്ലേറ്റ് അല്ലേ? ദാ മോളെ ചോക്ലേറ്റ്. അയ്യോ അച്ഛാ, ഇത് ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് അല്ലല്ലോ. ഞാൻ പറഞ്ഞത് കിൻഡർ ജോയ്ക്ക് അല്ലേ, എനിക്ക് അതാണ് വേണ്ടത്. അയ്യോ, കിട്ടണടി, കിട്ടണം. നിനക്ക് കിട്ടിയാ പോരാ, ഇത് ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് ആണ്. അച്ഛാ നോക്കച്ചാ, ഇവിടെ പറഞ്ഞ ചോക്ലേറ്റ് എന്തിനാ കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് എവിടെ? സാരമില്ല മക്കളെ, ഇപ്പൊ നിങ്ങൾ ഇത് കഴിക്ക്. എന്തോരം പൈസയാണെന്നോ ഇതിനൊക്കെ. പൈസ നോക്കാതെ അച്ഛൻ ഇതൊക്കെ വാങ്ങിച്ചതേ മക്കൾക്ക് വേണ്ടിയല്ലേ? വേണ്ട വേണ്ട, അച്ഛൻ ഒന്നും പറയണ്ട, എനിക്കിത് വേണ്ട. എനിക്ക് ഞാൻ പറഞ്ഞ കിൻഡർ ജോയ് തന്നെ മതി. എന്തെങ്കിലും കഴിക്കണ്ടേടി, നീ ഇങ്ങോട്ട് മാറി നിൽക്ക്. അച്ഛാ, അതിങ്ങ് തന്നേക്ക്, ഞാൻ കഴിച്ചോളാം. അല്ലെങ്കിലും അച്ഛന് പണ്ടേ എന്നോടാണ് ഇഷ്ടമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ അച്ഛൻ ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് തന്നെ കൊണ്ടുവന്നത്. അയ്യോ മക്കളെ, അച്ഛൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് വാങ്ങിച്ചതല്ല ഇതൊന്നും. നിങ്ങൾ രണ്ടുപേർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വലിയ പാക്കറ്റ് തന്നെ വാങ്ങിച്ചത്. അത് നന്നായി അച്ഛാ, എന്തായാലും ഈ ചോക്ലേറ്റ് തന്നെ വാങ്ങിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ അച്ഛൻ വാങ്ങിച്ചല്ലോ. അടിപിടി കൂടാതെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കണം കേട്ടോ. അതിനച്ഛാ, അവൾക്ക് ഇത് ഇഷ്ടമല്ലല്ലോ. ഇഷ്ടമില്ലാത്ത സാധനം വെറുതെ എന്തിനാ കഷ്ടപ്പെട്ട് കഴിക്കണത്? ഇത് ഞാൻ തന്നെ കഴിച്ചോളാം. അച്ഛാ നോക്കച്ചാ, നോക്കച്ചാ, അവളുടെ ബുദ്ധി കണ്ടോ? അയ്യോ പൊന്നു മക്കളെ, അങ്ങനെയൊന്നും പറയാതെ രണ്ടുപേരും കൂടെ ഇരുന്ന് കഴിച്ചോ. എനിക്കൊന്നും വേണ്ട ഈ ചോക്ലേറ്റ് ഒന്നും. അച്ഛൻ അച്ഛന്റെ പുന്നാര മോൾക്ക് കൊണ്ടുകൊടുത്തല്ലേ, അവള് തന്നെ കഴിച്ചോട്ടെ. എനിക്ക് കിൻഡർ ജോയ് വേണം. ഞാൻ കിൻഡർ ജോയ്ക്കല്ലേ പറഞ്ഞത്, എനിക്ക് കിൻഡർ ജോയ് തന്നെ വേണം. അയ്യോ, എനിക്കറിയാം അച്ഛൻ എന്നോട് ഒരു സ്നേഹമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ മക്കളെ, കരയാതെ. അച്ഛന്റെ പൊന്നു മോളല്ലേ, കരയാതെ. അച്ഛൻ ഇനി വാങ്ങിക്കുമ്പോഴേ കിൻഡർ ജോയ് വാങ്ങിച്ചു തരാം. വേണ്ട വേണ്ട, ഇനി എനിക്ക് വേണ്ട, എനിക്കിപ്പോ തന്നെ വേണമായിരുന്നു. ഞാൻ എത്ര സമയമായി ഇവിടെ അച്ഛൻ വരുന്നതും കാത്തിരിക്കുന്നു. അച്ഛൻ കിൻഡർ ജോയ് കൊണ്ടുവരുന്നതും കാത്തിട്ട്. കണ്ടോ അച്ഛാ, കണ്ടോ? അവളെ അച്ഛൻ വരുന്നതല്ല കാത്തിരിക്കുന്നത്, കിൻഡർ ജോയ് കൊണ്ട് വരുന്നതാ കാത്തിരിക്കുന്നത്. നീ പൊടി കൊന്ത്ര വലിച്ചി നോക്കിക്കൊടി, ആ ചോക്ലേറ്റ് തിന്നിട്ട് നിന്റെ പല്ല് മുഴുവൻ പുഴുത്തു പോകും. അതെ, ഞാനങ്ങ് സഹിച്ചടി. മക്കളെ, നിങ്ങൾ ഇങ്ങനെ തല്ലി പിടിക്കാതെ, അച്ഛന് വിഷമമാകും. അച്ഛന്റെ പൊന്നു മോളൂസല്ലേ, മോള് കഴിയാതെ. അച്ഛൻ ഇനി വരുമ്പോൾ എന്തായാലും കിൻഡർ ജോയ് കൊണ്ടുതരാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ ചോക്ലേറ്റ് ഇരുന്ന് കഴിക്കും. അയ്യോ, എന്നോട് ആർക്കും ഇഷ്ടമില്ലേ? അത് നിനക്ക് ഇപ്പോഴാണോടി മനസ്സിലായത്? നിന്നോട് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യം? മോളെ കുഞ്ഞാറ്റെ, നീ ഒന്ന് മിണ്ടാതിരി. ഞാൻ മിണ്ടാതിരുന്നിട്ടെന്താ? അവള് പറഞ്ഞ സത്യമായ കാര്യമല്ലേ. അച്ഛൻ അവളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അച്ഛൻ അവള് പറഞ്ഞ ചോക്ലേറ്റ് കൊണ്ടുവരാതെ ഞാൻ പറഞ്ഞ ചോക്ലേറ്റ് തന്നെ കൊണ്ടുവന്നത്. കണ്ടോ അച്ഛാ, കണ്ടോ? അയ്യോ മക്കളെ, അങ്ങനെയൊന്നുമില്ല. അച്ഛന് രണ്ടുപേരോടും ഇഷ്ടമാണ്. ഷോ, എന്നോട് മറന്നു പോയതാണ്. അതാണ് നീ പറഞ്ഞ ചോക്ലേറ്റ് വാങ്ങിക്കാൻ എന്നോട് വിട്ടുപോയത്. കടയിൽ ചെന്നപ്പോഴേ ചോക്ലേറ്റ് എന്നേ ഞാൻ ഓർമ്മിച്ചുള്ളൂ, കിൻഡർ ജോയ് എന്ന് ഞാൻ ഓർമ്മിച്ചില്ല. അതാണ് മോളെ. വേണ്ട, അച്ഛനൊന്നും പറയണ്ട, എനിക്കൊക്കെ മനസ്സിലായി. ഞാൻ ഇങ്ങോട്ടെങ്കിലും പോകുന്ന അച്ഛനൊക്കെ പുണ്യാരിക്കാൻ ഇപ്പൊ ഇവളില്ലേ? ഷോ, ഇത് വലിയ ശല്യമായല്ലോ. കണ്ടോ കണ്ടോ, അച്ഛനിപ്പോ ഞാനൊരു ശല്യായല്ലേ. അവളെക്കാളും ചെറുത് ഞാനല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞതല്ലേ അച്ഛൻ ഓർമ്മിക്കേണ്ടത്, അല്ലാതെ അവള് പറഞ്ഞതല്ലോ. അയ്യോ മോളെ, അതിന് ഞാൻ അവള് പറഞ്ഞ ചോക്ലേറ്റ് ഒന്നും നോക്കി വാങ്ങിച്ചതല്ല. കടയിൽ നിന്നും അവരോട് നല്ല ചോക്ലേറ്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവരെടുത്തു തന്നതാണ് ഇത്. എന്തോന്ന് ഇവിടെ ഒരു ബഹളം കേൾക്കണത്? കുറെ സമയമായല്ലോ അച്ഛന്റെ മക്കളുടെ താക്കം അടുക്കളയിൽ കേൾക്കുന്നു. എന്തിനാ ഇവളിങ്ങനെ മോങ്ങണത്? എടി കുഞ്ഞാവേ, എന്ത് പറ്റി? എടി സുമേ, എനിക്കൊരു അബദ്ധം പറ്റിയടി, നീ എന്നെ ഒന്ന് രക്ഷിക്ക്. അബദ്ധം പറ്റിയെന്നോ? എന്തോന്ന് അബദ്ധം? അത് പിന്നെ സുമേ, ഞാൻ കടയിൽ പോകുമ്പോഴേ ഈ മക്കൾ എന്നോട് ചോക്ലേറ്റ് വേണമെന്ന് ഏൽപ്പിച്ചു. കടയിൽ ചെന്നിട്ട് ഞാൻ കടക്കാരനോട് പറഞ്ഞു നല്ല ചോക്ലേറ്റ് ഏതാണെന്ന്. അപ്പൊ ആ കടക്കാരൻ എനിക്ക് ദേ ഈ ചോക്ലേറ്റ് എടുത്തു തന്നു. ഞാൻ അതും വാങ്ങിച്ചിട്ടിങ്ങ് വന്നു. അല്ലെങ്കിൽ എന്തോരം പൈസയാണെന്ന് ഈ ചോക്ലേറ്റിനൊക്കെ. പക്ഷെ മക്കൾ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും വാങ്ങിച്ചിട്ടിങ്ങ് വന്നു. അതിനെന്താ, ചോക്ലേറ്റ് വാങ്ങിക്കുകയും കിട്ടുകയൊക്കെ ചെയ്തില്ലേ, പിന്നെ എന്തോന്നിനാ ഇവളിങ്ങനെ മോങ്ങണത്? അതില്ലേ അമ്മ, ഞാൻ ഏൽപ്പിച്ചത് കിൻഡർ ജോയ്ക്കാണ്. അച്ഛൻ കൊണ്ടുവന്നത് ദേ കുഞ്ഞാറ്റ പറഞ്ഞ ഡയറി മിൽക്കാണ്. കണ്ടോ, അതാണ് സുമ ഇപ്പോഴത്തെ പ്രശ്നം. കിൻഡർ ജോയ് വാങ്ങാതെ എന്നോട് ഈ ഡയറി മിൽക്ക് വാങ്ങിച്ചു പോയി. അതും പറഞ്ഞിട്ടാണ് ദൈവളിപ്പ് ഇങ്ങനെ കരയണത്. ഒന്ന് രക്ഷിക്കടി സുമേ. എന്റെ ദൈവമേ, ഈ പിള്ളേരെയും കൊണ്ട് എപ്പം നോക്കിയാലും ഇങ്ങനെ തന്നെയാണല്ലോ. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞടി എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന്. കുഞ്ഞാവേ, നിന്റെ മോങ്ങളെ നിർത്താനാണ് പറഞ്ഞത്, നിന്നോടാ പറഞ്ഞ നിർത്താൻ. ഇല്ല, ഞാൻ നിർത്തില്ല. എനിക്ക് ഞാൻ പറഞ്ഞ കിൻഡർ ജോയ് തന്നെ വേണം, അല്ലാതെ ഞാൻ കരച്ചില് നിർത്തില്ല. നോക്കമ്മ നോക്ക്, അവളുടെ ഒരു ചിരി കണ്ടില്ലേ? അവള് പറഞ്ഞ ചോക്ലേറ്റ് അച്ഛൻ കൊണ്ട് കൊടുത്തോണ്ടല്ലേ അവളിങ്ങനെ ചിരിക്കണത്. സൂമേ, ഒന്ന് വേഗം തീർക്കടി ഈ ഒരു പ്രശ്നം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ?
മനുഷ്യ. ഇതിട്ടുള്ള പ്രശ്നം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എങ്ങതാടി ആ ചോക്ലേറ്റ് ഇങ്ങതാടി. അയ്യോ അമ്മ, ഇതെന്തിനാ ഈ ചോക്ലേറ്റ് തരുന്നത്? ഇത് ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടുവന്ന ചോക്ലേറ്റ് ആണ്. ഞാനെങ്ങും കരയുന്നൊന്നുമില്ലല്ലോ, അവളല്ലേ കരയുന്നത്. അവളോട് പറ, അവളോട് പറയാൻ അവളുടെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടോ? നിന്നോടാ പറഞ്ഞത് ആ ചോക്ലേറ്റ് ഇങ്ങ് തരാൻ. മതി, രണ്ടും കൂടെ ചോക്ലേറ്റ് തിന്നണ്ട. ചോക്ലേറ്റ് മാത്രമല്ല, ഇന്ന് വീട്ടിൽ നിന്നൊരു പച്ച വെള്ളം രണ്ടിനും തരത്തില്ല. അമ്മ, ഇതൊക്കെ ഇതിന് എന്നോട് പറയണത്? നീ കുഞ്ഞാവിയോട് പറ, അവളല്ലേ കരയണത്. അവൾക്ക് ഞാൻ നല്ല ചൂരൽ കഷായം വെച്ചിട്ടുണ്ട്. തൊട്ടതിന് തൊടുന്നതിനൊക്കെ അവളുടെ ഒരു കരച്ചില്. നിർത്തടി, നിന്റെ കരച്ചിൽ നിർത്താനാ പറഞ്ഞത്. അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ലുകൊണ്ടിട്ട് നീ വേദനയായിട്ട് തന്നെ കരയേണ്ടി വരും. അമ്മ, മക്കളെ, അച്ഛനൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞില്ലേ മക്കളെ, നീ ഒന്ന് ക്ഷമിക്കടി. അച്ഛന് വിഷമമാവട്ടോ ഇങ്ങനെയൊക്കെ കരഞ്ഞാല്. ഒരു കാര്യം ചെയ്യാം, വൈകുന്നേരം അച്ഛൻ്റെ ഒപ്പം നീ കടയിലേക്ക് വന്നോ. എന്നിട്ട് അവിടെ നിന്നും ഇഷ്ടമുള്ള ചോക്ലേറ്റ് നീ നോക്കി വാങ്ങിച്ചോ. സത്യാണ് അച്ഛൻ ഈ പറയണത്? അതെ മക്കളെ, സത്യമാണ് അച്ഛൻ പറയണത്. ആ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അയ്യോ, അപ്പൊ അച്ഛ ഞാനോ? നീ എന്തിനാ മക്കളെ വരണത്? നിനക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് കിട്ടിയില്ലേ? അത് പിന്നെ അവള് വരുന്നുണ്ടെങ്കിൽ ഞാനും വരും. ഇനി താടി ഡയറി മിൽക്ക്. നീ എന്തിനാടി അവളുടെ ചോക്ലേറ്റ് കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയത്? നോക്കമ്മ നോക്ക്, അവളുടെ കുരുത്തക്കേട് കണ്ടോ? അയ്യോ മക്കളെ, നിനക്കല്ലേ ആ ചോക്ലേറ്റ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്, പിന്നെ എന്തിനാ നീ അത് വാങ്ങിച്ചത്? അത് പിന്നെ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടക്കേടൊന്നുമില്ല, എനിക്കും ഈ ചോക്ലേറ്റ് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് തന്നെ രണ്ടുപേർക്കും കൂടെ കഴിച്ചാൽ പോരായിരുന്നോ? പിന്നെ ഒരെണ്ണം പുതിയത് വാങ്ങിക്കണോ? അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് ഞാൻ പറഞ്ഞ കിൻഡർ ജോയ് തന്നെ വേണം. പിന്നെ ഈ ചോക്ലേറ്റ് അച്ഛൻ എന്തായാലും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ, പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് കഴിക്കണതാണ്. ഹമ്പടെ കേമി, കൊള്ളാലോടി നിന്റെ ബുദ്ധി. അപ്പൊ എനിക്കോ? നിനക്ക് ഞാൻ ഇതിന്റെ പകുതി തരും. അപ്പം വൈകുന്നേരം നിനക്ക് കിൻഡർ ജോയും കിട്ടും, ഇപ്പൊ ഈ ചോക്ലേറ്റും കിട്ടും. എനിക്ക് ഈ ചോക്ലേറ്റ് മാത്രം അല്ലേ? അതെ, കണ്ടോ അച്ഛ, കണ്ടോ അവളുടെ കുരുട്ട ബുദ്ധി കണ്ടോ? അതെന്നെ കാന്താരി, എവിടുന്ന് പഠിച്ചടി നീ ഐഡിയ ഒക്കെ? അച്ഛന്റെ അല്ലേ മോളെ, പിന്നെ ബുദ്ധി ഇല്ലാതിരിക്കോ?